നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ചെറിയ നിക്ഷേപങ്ങളിലൂടെ വലിയ സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റായി പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രതിമാസം നിക്ഷേപിക്കാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ തുക 100 രൂപയാണ്. നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കാനും പറ്റും. ചെറിയ തുകയാണെങ്കിലും കാലക്രമേണ വലിയ ആസ്തിയായി മാറുകയും ചെയ്യും. കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു ശക്തിയുണ്ട്. നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് തുക മുതൽ എക്സ്പൊണൻഷ്യൽ വളർച്ച നേടാൻ കഴിയുന്നു. അതായത് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മൾ നിക്ഷേപിച്ച പണത്തിൽ നിന്നുള്ള ലാഭം വീണ്ടും നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് വരുന്നത്. സ്വാഭാവികമായും ഒരു കൂട്ടുപലിശ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പൊണൻഷ്യൽ വളർച്ച നേടാനും കഴിയുന്നു. ഡൈവേഴ്സിഫിക്കേഷനുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ പലതരം ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഹരിയിലോ ആസ്തിയിലോ ഏതെങ്കിലും സംരംഭത്തിലോ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ കഴിയുന്നു. അത് മ്യൂച്വൽ ഫണ്ടുകളിലെ വൈവിധ്യവൽക്കരണമുണ്ട്. അതായത് വ്യത്യസ്ത ഫണ്ടുകളിൽ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഹരിയിലോ ആസ്തിയിലോ അല്ലെങ്കിൽ സംരംഭത്തിലോ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ കഴിയുന്നു. പിന്നെ ഇതൊക്കെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീമാണിത് കൈകാര്യം ചെയ്യുന്നത്. അതാത് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീമാണ് ഫണ്ട് മാനേജർമാർ കൈകാര്യം ചെയ്യുന്നത്. ഫണ്ട് മാനേജർമാർ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അതാത് മേഖലകളിലെ എക്സ്പീരിയൻസ് ഉള്ള അവരാണ്. അതായത് പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരാണ് വിപണിയിലെ അവലോകനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം ചിട്ടയായി നിക്ഷേപിക്കുന്നത്. ദീർഘകാല സമ്പത്തുണ്ടാക്കൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി പ്ലാൻ തന്നെ ദീർഘകാലത്ത് ഇൻഫ്ലേഷനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള നേട്ടം കൊടുക്കുവാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിലെ നിക്ഷേപങ്ങളെക്കാൾ മികച്ച വരുമാനവും നേടിക്കൊടുക്കുവാൻ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാവുന്നതാണ്. പ്രതിമാസം 1000 രൂപ വീതം 20 വർഷത്തേക്ക് 15% വാർഷിക വളർച്ചയോടെ നിക്ഷേപിച്ചാൽ, അതിന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നിക്ഷേപിച്ചാൽ എത്ര കിട്ടുമെന്ന് നോക്കാവുന്നതാണ്. അതിന് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ നോക്കണം. മന്ത്ലി നിക്ഷേപിക്കുവാനുള്ള എമൗണ്ട് 1000 രൂപ, ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് 20 വർഷം, അതായത് 240 മാസം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനുവൽ റിട്ടേൺ 15% എങ്കിൽ ഏകദേശം നമ്മൾ നിക്ഷേപിക്കുന്ന തുക 2,40,000 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ കാലാവധി കഴിയുമ്പോൾ, അതായത് 20 വർഷമാകുമ്പോൾ ഏകദേശം 12,10,000 രൂപ ആയി ഈ ഫണ്ട് മാറുന്നു. ഇനി അതേ സമയത്ത് നമ്മളൊരു 5 വർഷവും കൂടെ കൂട്ടി 20 എന്നുള്ളത് 25 വർഷം ആയാൽ എത്ര വരുമെന്ന് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ 300 മാസമാണ്. അപ്പം 300 മാസം നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടിരുന്ന മൊത്തം 3 ലക്ഷം രൂപയോളം നിക്ഷേപിച്ചു. നമുക്ക് കിട്ടുന്ന വരുമാനം, നമുക്കത് കോമ്പൗണ്ടിങ് എഫക്റ്റിലൂടെ നമുക്ക് ഏകദേശം 1,33,00,000 രൂപ കിട്ടും. അതായത് നമ്മളിവിടെ നിക്ഷേപിച്ചത് 5 വർഷം കൂടി നിക്ഷേപിക്കാൻ തീരുമാനിച്ചപ്പോൾ 60,000 കൂടുതൽ നിക്ഷേപിക്കേണ്ടി വന്നത്. എന്നാൽ നമുക്ക് നേട്ടം അധികമായിട്ടുണ്ടായത് 1,20,00,000 രൂപയാണ് അധികമായി ഉണ്ടായത്. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ ചുരുക്കത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായി ചെറിയ തുകയിൽ നിന്നുള്ള സ്ഥിരമായ നിക്ഷേപം നാളത്തെ വലിയ സമ്പത്തായി മാറും. മ്യൂച്വൽ ഫണ്ടുകളിൽ സിസ്റ്റമാറ്റിക്കായി ചെറിയ തുകയിൽ നിന്നുള്ള സ്ഥിരമായ നിക്ഷേപവും നാളത്തെ വലിയ സമ്പത്തായി മാറും. സമ്പത്തുണ്ടാക്കാനുള്ള മായാജാലം നിങ്ങളുടെ കൃത്യനിഷ്ഠയും സമയവുമാണ്. കാലയളവ് കൂടുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി കോടികളായി വളരുന്നു. ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കുക. ചെറിയ തുകയുമായി വലിയ ലക്ഷ്യങ്ങൾ